ആലത്തൂർ തൃപ്പാളൂർ മഹാശിവക്ഷേത്രത്തിൽ നവീകരണ കലശം കുംഭാഭിഷേകത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ തുടരുന്നു. ജൂൺ 21-നാണ് നവീകരണ കലശം കുംഭാഭിഷേകം. ക്ഷേത്രത്തിലെ നവീകരണ കലശം ജൂൺ 14 മുതൽ 24 വരെ നീണ്ടുനിൽക്കുന്ന വിപുലമായ ആഘോഷമാണ്. ക്ഷേത്രം തന്ത്രി പെരുവനം പടിഞ്ഞാറേടത്ത് മനക്കൽ വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടത്തുന്നത്. ബുധനാഴ്ച കാലത്ത് മുളപൂജ, ശാന്തിഹോമം എന്നിവയോടെ ചടങ്ങുകൾ തുടങ്ങി. മേളത്തിന്റെ അകമ്പടിയോടെ കാഴ്ചശീവേലി ഉണ്ടായിരുന്നു. ഉച്ചപൂജയെ തുടർന്ന് ഹോമകലശാഭിഷേകം നടത്തി. വൈകിട്ട് മുളപൂജ, കുണ്ടശുദ്ധി എന്നിവയുമുണ്ടായി. ശേഷം കുട്ടികളും മുതിർന്നവരും അവതരിപ്പിച്ച തിരുവാതിരക്കളി ഉൾപ്പെടെയുള്ള നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. ഭക്തിഗാനാലാപനവും ഉണ്ടായിരുന്നു. ജൂൺ 21 രാവിലെ 9-നും 10-നും ഇടയ്ക്കാണ് ബ്രഹ്മകലശാഭിഷേകം നടക്കുക. കാലത്ത് പ്രസാദപ്രതിഷ്ഠ, പീഠപ്രതിഷ്ഠ, വലിയ പാണി, ജീവകലശം അകത്തേക്കെഴുന്നള്ളിക്കൽ, ബിംബപ്രതിഷ്ഠ, കുംഭേശ കലശാഭിഷേകം, നിദ്രകലശാഭിഷേകം, ജീവകലശാഭിഷേകം, ഉച്ചപൂജ, നടയടയ്ക്കൽ, അന്നദാനം തുടങ്ങിയ ചടങ്ങുകളാണ് നടക്കുക. രാവിലെ 10 മണിക്ക് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പ്രശസ്തരായ മേള കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചാരി മേളം അരങ്ങേറുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വൈകിട്ട് നൃത്താഞ്ജലിയും ഉണ്ടാവും. തുടർന്ന് ജൂൺ 24 വരെ പ്രത്യേക ചടങ്ങുകളും നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 108 ശിവാലയങ്ങളിൽ പ്രധാനമായ ശ്രീ തൃപ്പാളൂർ ശിവക്ഷേത്രത്തിലെ നവീകരണ കലശ ചടങ്ങുകൾ കഴിഞ്ഞ ജൂൺ 14 ഞായറാഴ്ച ആരംഭിച്ചിരിക്കുകയാണ്. വിവിധ പൂജകളും ഹോമങ്ങളുമായി കലശ പൂജകൾ നടന്നു വരുന്നു. ഈ ധന്യമുഹൂർത്തത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സാദരം സ്വാഗതം ചെയ്യുകയാണ്. ജൂൺ 21 ഞായറാഴ്ചയാണ് പ്രധാന കുംഭാഭിഷേകം. ആ ചടങ്ങിലേക്ക് ഏവരെയും ക്ഷണിക്കുകയാണ്. ഇവിടെ വന്ന് ഭഗവത് ചൈതന്യം ഏറ്റുവാങ്ങുന്നതിന്, അതുപോലെ തന്നെ ഈ ചടങ്ങുകളിൽ പങ്കുകൊള്ളുന്നതിനും ഏവരെയും ഒന്നുകൂടെ ക്ഷണിക്കുന്നു.
ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കൂടാതെ ഭൗതികമായി ഒട്ടനവധി വികസനങ്ങൾ ഇതിൻ്റെ പരിസരത്ത് MLA ഫണ്ടും മറ്റും ഉപയോഗിച്ചുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് കമ്മ്യൂണിറ്റി ഹാള്. കല്യാണങ്ങളും മറ്റു കാര്യങ്ങളും നടത്താൻ വേണ്ടിയ കമ്മ്യൂണിറ്റി ഹാൾ നമുക്ക് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം ഇവിടെ പ്രധാനമായി നടത്തി വരാറുള്ള കർക്കിടക വാവ്, തുലാമാസത്തിലെ വാവ്, ആ പരിപാടിക്ക് വേണ്ടി ഈ ഇവിടുത്തെ കുളിക്കടവ് സജ്ജമാക്കി വളരെ വൃത്തിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ കർക്കിടക വാവ് ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രാവശ്യം കർക്കിടക വാവ് അധികം ഗംഭീരമായിട്ട് നടത്താവുന്ന കുളിക്കടവ് സജ്ജമാണ്. എല്ലാ ജനങ്ങളും അതിൽ പങ്കെടുക്കണം. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ കലാപരിപാടികളുണ്ട്. കലശഹോമങ്ങൾക്കുപരി ഈ കലാപരിപാടികളും ജനശ്രദ്ധ ആകർഷിക്കുന്നതാണ്. എല്ലാ ജനങ്ങളും എല്ലാ ദിവസവും പങ്കെടുത്തുകൊണ്ട് ഈ സംരംഭം വിജയപ്രദമാക്കണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം അന്നദാനമുണ്ട്. 21-ാം തീയതി ഇവിടുത്തെ പ്രതിഷ്ഠാദിനമായ അന്നദാനം. അന്ന് ബഹുമാനപ്പെട്ട പെരുമനം കുട്ടന്മാരുടെ നേതൃത്വത്തിൽ ഗംഭീരമേളമുണ്ട്. അതോടൊപ്പം അവസാനിക്കുന്ന 24-ാം തീയതി ബുധനാഴ്ച മേജർ സെറ്റ് പഞ്ചവാദ്യം അത്രയും ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്ത് വിജയപ്രദമാക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. വളരെ ഗംഭീരമായി നാട്ടുകാരുടെ സഹായത്തോടുകൂടി വളരെ ഗംഭീരമായിട്ട് 4 ദിവസം കഴിഞ്ഞു. ഇനി വരുന്ന ദിവസങ്ങളിലും നാട്ടുകാരുടെയും മറ്റു സഹകരണത്തോടുകൂടി ഈ പരിപാടി വമ്പിച്ച വിജയമാക്കി തീർക്കാൻ ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരും മറ്റ് ഭക്തജനങ്ങളൊക്കെ തന്നെ പങ്കെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഈ പരിപാടി വിജയിപ്പിക്കാൻ ഓരോരുത്തരും സഹായിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. UTV ന്യൂസ്, പാലക്കാട്.